അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജന്നത്തി ഇന്ന് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, യത്തീമിൻ്റെയാണ്. യത്തീമായ മക്കളെ, യത്തീം എന്നതിൽ ആരും ഇല്ലാത്തവർ, മാതാപിതാക്കൾ ഇല്ലാത്തവരാണ് യത്തീം. മാതാവുണ്ടെങ്കിൽ ആ കൊച്ചു യത്തീമല്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മാതാവുണ്ടെങ്കിൽ ആ കൊച്ചു യത്തീമല്ല. ഒരു പെൺകൊച്ചാവട്ടെ ആൺകൊച്ചാവട്ടെ, പരമാവധി ആ മാതാവിനെ നമ്മൾ സഹായിക്കാൻ നോക്കുക. അടുത്തുള്ള ആൾക്കാർ, അത് ഇപ്പം മാതാവ് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനിറ്റി ആരാവട്ടെ, അവരെ നമ്മൾ സഹായിക്കുക. അവിടെ ജാതി സ്പിരിറ്റ് കാണിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ജാതി സ്പിരിറ്റ് കാണിക്കാൻ പാടില്ല. പരമാവധി അവരെ സഹായിക്കാൻ നോക്കുക. കാരണം അവർക്കും നമ്മൾ ആഹാരം കൊടുത്തിരിക്കണം. അവർ അനാഥ ആ കൊച്ചിനാണെങ്കിൽ അവരെയും നമ്മളെ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കാനേ നോക്കുള്ളൂ. അത് ആ മുസ്ലിങ്ങളാവട്ടെ അവരെ നമ്മൾ നല്ലപോലെ വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് അള്ളാൻ്റെ അടുത്ത് ചോദിക്കുന്ന കൂലി കിട്ടും. അള്ളാൻ്റെ അടുത്ത് നമുക്ക് അവകാശം ചോദിക്കാന്നേ. ആരാ പറഞ്ഞേ? അള്ളാഹു താല കൂരനല്ല. ഏത് രീതിയിലും നമുക്ക് അവകാശം ചോദിക്കാം. ഇന്ന ഞാൻ വാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവകാശം ചോദിക്കാം. അള്ളാഹു താല ഈ ദുനിയാവിനെയൊക്കെ സൃഷ്ടിച്ച് ശരിയാണ്, പക്ഷെ നമ്മളെ പോലത്തെ ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാനാണ് അള്ളാഹു താല ഇരിക്കുന്നത്. അവനെ അറിയാം, ഇവൻ ആരൊക്കെല്ലാം സഹായം ചെയ്തിട്ടുണ്ടോ അവനെ അറിയാം. പക്ഷെ എന്നാലും നമ്മളെ അവകാശം നമുക്ക് ചോദിക്കേണ്ട അനുവാദമുണ്ട്. ഇപ്പം നമ്മളൊരു 5 മക്കളുണ്ട്. നമ്മളെ പാപ്പായ്ക്കും ഉമ്മായ്ക്കും ഒക്കെ കുറേ സ്വത്തുകളുണ്ട്. അത് നമുക്ക് അവകാശം ചോദിക്കേണ്ട അവകാശമുണ്ട്. അത് എങ്ങനെയാണ് അവകാശം ചോദിക്കേണ്ട അവകാശം? മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ, അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവകാശം ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് ചീട്ടും കളിച്ച് പെണ്ണും പിടിച്ച് അവിടെ പോയി കിടന്ന് ഇവിടെയും പോയി കിടന്ന് മാതാപിതാക്കളുടെ അവകാശം എങ്ങനെ ചോദിക്കും? പറ. നിന്റെ മാതാവിന് ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തിട്ടില്ല. ഇന്ന് ചില മക്കളുണ്ട്, മാതാവ് വരുമ്പോൾ എഴുന്നേക്കൂല, തന്ത വരുമ്പോഴേ എഴുന്നേക്കുള്ളൂ. മാതാവിനെ കാണുമ്പോൾ ഏറ്റവും തന്തനേക്കാളും ബഹുമാനം കൊടുക്കേണ്ട മാതാവിനാന്ന്. പക്ഷെ രണ്ടുപേർക്കും തുല്യമായിട്ട് കൊടുക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മാതാവ് വരുമ്പോൾ ബീഡിയും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും, സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കും, തന്തനെ കാണുമ്പോൾ എറിയും. തെറ്റാണ്. മാതാവിൻ്റെ അടുത്ത് പറയും, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ തുണി കഴിയിട്ടോ, ഷർട്ട് കഴിയിട്ടോ, അണ്ടർവെയർ എവിടെ, കഴിയാതെവിടെയെന്ന് ചോദിക്കും. നിങ്ങൾക്ക് അലക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അലക്കുക. മാതാവിൻ്റെ അടുത്തല്ല ചോദിക്കേണ്ട, ഭാര്യേൻ്റെ അടുത്ത് ചോദിക്കുന്ന. മാതാവിൻ്റെ അടുത്ത് പറയരുത്. ഭാര്യേൻ്റെ അടുത്ത് പറയാം. അതോ അല്ല പൈസക്കാരി പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ വേണപ്പേ എടുക്കണമെന്ന് പറയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഇന്ന് യത്തീമായ മക്കളെ കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, പാവപ്പെട്ട വീട്ടിലെ ഒരു പെണ്ണ് വേണം, പറഞ്ഞാൽ കേൾക്കും. ഞാൻ പറഞ്ഞു, ഇതേ യത്തീം പെണ്ണുണ്ട്, അത് വേണോ? അത് വേണ്ട. അതാവുമ്പോൾ നോക്കും, പറഞ്ഞാൽ കേൾക്കും. അള്ളാഹിനെ പേടിക്കുന്നവരാണ്. ഇന്ന് പൈസയാണ്, പൈസ ടാർഗറ്റാണ്, പൈസയാണ്. നല്ലപോലെ പൈസ ഉള്ളവർ പോവുള്ളൂ. സ്ത്രീധനം വേണ്ട, എന്തെങ്കിലും തരുവാണി തന്നോന്ന് പറയും. എന്താണ് അവർ കൊടുക്കുമെന്നറിയാം, ഭാര്യ കോരി കൊടുക്കറിയാം. എന്നാൽ സ്ത്രീധനം വേണ്ടെങ്കിൽ നിനക്ക് യത്തീം മക്കളെ കല്യാണം കഴിച്ചൂടെ? പാവപ്പെട്ട വീട്ടിൽ പോയി കല്യാണം കഴിച്ചൂടെ? മാതാപിതാക്കളില്ലാത്തവരെ കല്യാണം കഴിച്ചൂടെ? അത് പറ്റൂല. പാവപ്പെട്ട വീട്ടിലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതെന്താണ്? ചുമ്മാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിലേക്കല്ലേ പറഞ്ഞേ, നടന്ന സംഭവമാണ് പറഞ്ഞത്. UP-ൽ പിന്നെ ഈ കൊച്ചു അനിയൻ ചേട്ടന്മാരായിരുന്നു. രണ്ടുപേർക്കും തുല്യമായിട്ട് തന്തേ തള്ള വീതിച്ചു കൊടുത്തു.
ചേട്ടൻപുള്ളീനെ സ്വത്തുകളെല്ലാം കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അനിയൻ മരിച്ചു കഴിഞ്ഞപ്പം ഇവരുടെ സ്വത്തുകളെല്ലാം ഏക്കാൻ വന്നു. അനിയൻ്റെ ഭാര്യയെ മരിച്ചു. ചേട്ടൻപുള്ളീൻ്റെ വീട്ടിൽ അപ്പോൾ ഇവരിൻ്റെ നല്ല കടകളിലൊക്കെ കൊണ്ട് ഇവൻ്റെ മക്കളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുകയാണ്. ഈ ഉടമസ്ഥൻ്റെ സ്വത്തുകളെ ശരിക്കുള്ള ഉടമസ്ഥൻ്റെ കൊച്ചുങ്ങളെ അടിമപ്പണി എടുപ്പിക്കുമായിരുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അവരുടെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു കൊടുത്തു. നല്ല വിദ്യാഭ്യാസമായിരുന്നു. ലാസ്റ്റിലായപ്പം ഈ ചേട്ടൻപുള്ളി മരിച്ചു കഴിഞ്ഞപ്പം ഖബറിലേക്ക് വെച്ചു. 3 പ്രാവശ്യം എടുത്ത് മാറ്റിയിട്ട് പിന്നെ കുഴിക്കേണ്ടെന്ന്. ഖബറിലേക്ക് ഇറങ്ങുന്നില്ല, മയ്യത്ത് ഇറങ്ങുന്നില്ല, ഡെഡ് ബോഡി ഖബറിലേക്ക് ഇറങ്ങുന്നില്ല. 3 പ്രാവശ്യം എടുത്തിട്ട് വീണ്ടും കുഴിച്ചു നോക്കും, പിന്നും വെച്ചിട്ട് മയ്യത്ത് ഇറങ്ങുന്നില്ല ഖബറിലേക്ക്. ലാസ്റ്റിൽ ചവിട്ടി താക്കേണ്ട വന്നു, മയ്യത്തിനെ ചവിട്ടി താത്ത് വെക്കേണ്ട വന്നു. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഇന്ന സംഭവമാണ് നടന്നിട്ടുണ്ട്, ചവിട്ടി താക്കേണ്ട വന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതാ തന്തയും തള്ളയും മരിച്ച പിള്ളേരെ കൊണ്ട് നിങ്ങൾ അടിമപ്പണി എടുപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നിങ്ങളെ ഖബറിൽ കിടക്കൂല. ഖബർ നിങ്ങൾക്ക് നേരെ ഖബറിൽ കിടത്തൂല നിങ്ങളെ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ മക്ക മദീനയിലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഭയങ്കര ഇതാണെന്ന്. അത് തെറ്റാണ്. അവിടെ മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ 15-20 എണ്ണം ഡെയിലി വരുന്നതല്ലേ, മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ ഒരു സൈസ് കെമിക്കൽ ഇട്ടിട്ടാണ് മറവ് ചെയ്യുന്നത്. കവർ കുഴിക്കുന്ന ആൾക്കാർ പറഞ്ഞതാണ്, കെമിക്കൽ ഇട്ടിട്ടാണ് മറവ് ചെയ്യുന്നത്. ആ മറവ് ചെയ്യുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഒരെണ്ണത്തിൽ എഴുതി വെച്ചേക്കും, ഇന്ന സ്ഥലത്ത് കിടക്കുന്നതെല്ലാം 90. അപ്പം 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആട് കിടന്നത്ത് പൂട പോലും ഉണ്ടാവില്ല. മയ്യത്ത് മറവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം അങ്ങനെ മണ്ണായിട്ട് അലിഞ്ഞു പോകുന്ന പറഞ്ഞു, ഒരു അസ്ഥികൂടം പോലും ഉണ്ടാവില്ല ആണ്. അപ്പം ചില കവറുകൾ കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബോഡി അതിനെപ്പോലെ ഉണ്ടാവും. ചിലയിടത്ത് ആട് കിടന്നത്ത് പൂട പോലെ ഉണ്ടാവില്ല. ചില കവറുകൾ കുഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡെഡ് ബോഡി അതിനകത്തുണ്ടാവും എന്നാണ് പറഞ്ഞത്. ആ മരിച്ച മയ്യത്ത് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം അറിഞ്ഞും കൊണ്ട് സക്കാത്ത് ചെയ്തവനാണ്, അറിഞ്ഞും കൊണ്ട് ഉപഹാരം ചെയ്ത ആൾക്കാരാണ്. ഒരുപാട് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ നിസ്കരിച്ചോ, തജൂബ് നിസ്കരിച്ചോ, അർഹതപ്പെട്ടവനെ കൊടുക്കണം, കൊടുത്തിട്ട് നിങ്ങൾ സഹായിക്കുക. അവനെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അള്ളാഹു താല എൻ്റെ സ്വീകരണം കിട്ടുള്ളൂ. ആ ഡെഡ് ബോഡി കെമിക്കലിട്ട് വെച്ചിരിക്കുന്നതാണ്. അള്ളാൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കെമിക്കലും അവിടെ ഏക്കൂല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അള്ളാൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിന് ഒരു ഡെഡ് ബോഡി എടുത്തപ്പം അത് പിന്നെ മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മീഡിയാസിലൊന്നും കാണിക്കണ്ട, ടി വിയിലൊന്നും കാണിക്കണ്ട. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് ആ മയ്യത്ത് അതേപോലെ ഉണ്ടായിരുന്നു. മക്കൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു മയ്യത്ത്. പക്ഷെ 2 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ മയ്യത്ത് അതേപോലെ തന്നെ ഉണ്ട്, കൊണ്ടുവച്ച പോലെ. 2 വർഷം കഴിഞ്ഞ മയ്യത്താണ്, കൊണ്ടുവച്ച പോലെ ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു, അവർ ടി വിയിൽ പറഞ്ഞിട്ട് ഞങ്ങളെ ബാപ്പാനെ കാണാൻ പറ്റില്ല, ഞങ്ങൾ ബാപ്പാനെ കണ്ടു. അതേപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. നല്ല മണമുണ്ടായിരുന്നു. ഡെഡ് ബോഡി എടുത്തപ്പം പുതിയ ഡെഡ് ബോഡിയാണ്, പുതിയ മയ്യത്ത്, കൊണ്ടുവച്ച മയ്യത്ത്. അള്ളാൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നാ കെമിക്കൽ ഇട്ടോ ഏക്കൂല. അപ്പോൾ നിങ്ങൾ അർഹതപ്പെട്ടവനെ സഹായിക്കുക, യത്തീമിനെ സഹായിക്കുക. അതാ ഹിന്ദു ആട്ടെ, മുസ്ലിം ആട്ടെ, ക്രിസ്ത്യാനി ആട്ടെ, ഏതവനാട്ടെ, അർഹതപ്പെട്ടവർ കൊടുക്ക്. നിന്റെ ബോഡി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ UP-യിൽ ഒരു പള്ളി പണിയാൻ നേരത്ത് അത്യാരം തോണ്ടിയപ്പം ഒരു മയ്യത്ത് കണ്ടു. അപ്പം നോക്കുമ്പോഴത്തേക്കും 400 കൊല്ലം പഴക്കമുള്ള മയ്യത്താണ്. അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, 400 കൊല്ലം പഴക്കമുള്ള. അതിൻ്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പം 400 കൊല്ലം പഴക്കമുള്ളതാണ്. അത് അള്ളാൻ്റെ അനുഗ്രഹം കിട്ടിയ മയ്യത്താണ്.
അപ്പം നിങ്ങൾ സൂക്ഷിക്കുക. അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് കൊടുക്ക്. അവിടെ എവിടെയും കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. 4 പേര് കാണാൻ വേണ്ടിയിട്ട് യത്തീമായ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് കൊടുക്ക്. അത് സക്കാത്ത് കൊടുക്കുന്നവരാണ്. നിന്റെ മനസ്സ്, നിന്റെ ഈമാൻ, അൽഹംദുലില്ലാ.